ഇന്ന് ഉച്ചയ്ക്കത്തെ ലഞ്ച് ഉണ്ടാക്കുവാണേ. ഈസി ആയിട്ട് ഉണ്ടാക്കുന്ന ഒരു തട്ടിക്കൂട്ട്. എന്തൊക്കെയാന്ന് നോക്കിയാലോ? നിങ്ങളൊക്കെ ഫുഡ് കഴിച്ചോ? അതോ പണിയിലാണോ? എന്നാൽ പിന്നെ നോക്കാം. ബായോ. കടല കറി വെക്കാനായിട്ട് കുക്കറിലിട്ടിട്ടുണ്ട്, അതൊന്ന് അടിക്കട്ടെ. മീൻ വറുക്കാനായിട്ട് ഫ്രിഡ്ജിൽ നിന്ന് എടുത്ത് വെച്ചിട്ടുണ്ട്. ഇതവിടെ ഇരുന്ന് വേവട്ടെ. അപ്പോഴത്തേക്കും നമുക്ക് മീൻ വറുക്കാനായിട്ട് മസാല ഉണ്ടാക്കി വെക്കാവേ. മസാല പുരട്ടി കുറച്ച് നേരം വെക്കുകയാണെങ്കിൽ കുറച്ചും കൂടി ടേസ്റ്റ് കിട്ടിയാനേ. പക്ഷെ നമുക്ക് സമയമില്ല, മോള് വരേണ്ട സമയമായി. അതുകൊണ്ട് സാധാരണ ഒരു മസാലയാണ് തയ്യാറാക്കുന്നത് കേട്ടോ. മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ഉപ്പ്, ജിഞ്ചർ ഗാർലിക് പേസ്റ്റ്, കുറച്ച് ഓയിൽ, ഇത്രയാണ് മസാലയ്ക്ക് ഞാൻ എടുക്കുന്നത്. നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ച് മീനിനകത്തേക്ക് പുരട്ടി വെക്കും. കുറച്ച് നേരം വെക്കുകയാണെങ്കിൽ കുറച്ചും കൂടി ടേസ്റ്റ് കൂടും. ഇത് നല്ല ടേസ്റ്റുള്ള മീനാണ്. പക്ഷേ എനിക്ക് സമയമില്ലെന്നേ, മോള് വരേണ്ട സമയമായേ. അപ്പം പിന്നെ വേഗം പൊരിച്ചെടുക്കാമെന്ന് വിചാരിച്ച് ഓയിൽ ഒഴിച്ച് കൊടുത്ത്, കുറച്ച് ഓയിൽ മതിയെന്നേ. അപ്പം ഞാൻ ഓയിലൊക്കെ ഒഴിച്ച് മീനൊക്കെ വറുക്കാനായിട്ട് വെച്ചു. അത് അവിടെ നിൽക്കട്ടെ. അന്നേരത്തേക്ക് നമുക്ക് കടലയുടെ പരിപാടി നോക്കാം. കടലയാണല്ലേ വെന്തിട്ടുണ്ട്. അത് ഞാൻ ചാറ് വെക്കുന്നില്ല, തോരനായിട്ടാണ് എടുക്കുന്നത്. അപ്പം പിന്നെ അതിൻ്റെ പരിപാടി നോക്കിയാലോ. ജിഞ്ചർ ഗാർലിക്ക് ഒരു പച്ചമുളകും കൂടി ഇട്ട് നന്നായിട്ട് വാട്ടി അതിനകത്തേക്ക് സവോള ഇട്ട് കൊടുക്കുന്നുണ്ട്. ഈ സവോള ഇതെല്ലാം കൂടി കുറച്ച് നേരം വഴറ്റിയിട്ട് അതിനകത്തേക്ക് പൊടികൾ ഇട്ട് കൊടുക്കുകയാണേ. മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി, മുളക് പൊടി, മീറ്റ് മസാലപ്പൊടി, കുറച്ച് പെരുംജീരകത്തിൻ്റെ പൊടി, ഗരം മസാല, ഇത്രയാണ് ഞാൻ ഈ കടല തോരൻ വെക്കുന്നതിന് ഉപയോഗിക്കുന്നത്. എന്നിട്ടുണ്ടല്ലോ ഇത് നന്നായിട്ട് പച്ചമണം എല്ലാം മാറി വന്നു കഴിയുമ്പോഴത്തേക്കും ഞാൻ അതിനകത്തേക്ക് കടല ഇട്ട് കൊടുക്കുവേ. ആ കടല ഇട്ട് കൊടുത്ത് ഒന്ന് വഴന്ന് വന്ന് എല്ലാം ഒന്ന് ഇതാകുമ്പോഴത്തേക്കും ഞാൻ അതിനകത്ത് കുറച്ച് തേങ്ങ ഇട്ട് കൊടുക്കും. ഒരു തോരൻ പോലെ എടുക്കും. നല്ല ടേസ്റ്റാണ്. കുറച്ച് പച്ച വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്താൽ നല്ല ടേസ്റ്റാണ്. നിങ്ങളൊന്ന് ഉണ്ടാക്കി നോക്കണേ. ഇത്രയുള്ളതേ. ഇന്ന് തട്ടിക്കൂട്ട് ഭക്ഷണമാണ് ഉച്ചയ്ക്കത്തെ. ഈ കടല തോരനും മീൻ പൊരിച്ചതും പിന്നെ ഒരു സാലഡും. അത്രയേ ഉള്ളൂ കേട്ടോ. ഇത്രയേ ഉള്ളൂ കേട്ടോ എൻ്റെ ഉച്ചഭക്ഷണത്തെ കാര്യങ്ങൾ.